ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ സ്റ്റുഡൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്നോട് കുറച്ച് സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ. എസ്പെഷ്യലി നമ്മുടെ SSLC ഒക്കെ പഠിക്കുന്ന മക്കൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ മസ്റ്റ് ആയിട്ടും നമ്മുടെ സ്റ്റുഡൻസിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. വേറൊന്നുമില്ല, പ്രിപ്പോസിഷൻ ആയിട്ടുള്ള അറ്റ്, ഇന്നെ, ഓൺ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ഗ്രാമർ ബേസിലും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഇന്നും ഓണൊക്കെ നമ്മൾ പല രീതിയിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, വളരെ കൺഫ്യൂഷൻ വരുത്താറുണ്ട്. അതുപോലെ അറ്റും. അപ്പോൾ ഇത് നമുക്ക് വളരെ വ്യക്തമായി കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് പറയാൻ പോകുന്നത് നമ്മൾ വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ അറ്റ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ കൃത്യസമയം, കൃത്യ പ്ലേസ് ഇതൊക്കെ പറയുന്ന സമയത്താണ്. അതായത് ഇപ്പം നമ്മൾ പറയാറുണ്ട് അറ്റ് 6 o'clock, അറ്റ് 11 o'clock, അതുപോലെ അറ്റ് 9 AM ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഇവിടെയൊക്കെ നമ്മൾ അറ്റ് യൂസ് ചെയ്യണം. ഇനി അതുപോലെ തന്നെ അറ്റ് നൈറ്റ്, അറ്റ് നൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെന്റൻസ് പറയാറുണ്ട്. എക്സാമ്പിൾ നമുക്ക് പറയാം. അപ്പോൾ ഇതിന്റെ സെന്റൻസ് നമുക്ക് അവസാനം പറയാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു റൂള് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ അറ്റ് എന്ന് യൂസ് ചെയ്യും. ഇനി ഒരു പ്ലേസ് പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളൊരു സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ചെറിയ സ്ഥലം, ഇപ്പോൾ ഹോസ്പിറ്റല്, ബസ് സ്റ്റോപ്പ്, ഇങ്ങനെയൊക്കെ ഒരു കൃത്യ പ്ലേസ് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിലും അവിടെ നമ്മൾ അറ്റ് ദ ബസ് സ്റ്റോപ്പ്, അറ്റ് ദ ഹോസ്പിറ്റൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ നമുക്ക് സെന്റൻസ് പറയുമ്പം ക്ലിയർ ആയി കിട്ടും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ദിവസങ്ങള്, തീയതികള് ഇതൊക്കെ പറയാറുണ്ടല്ലോ. ഇവിടെയാണ് നമ്മൾ ഓൺ എന്ന് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓൺ മൺഡേ, ഓൺ സൺഡേ മോർണിംഗ്, അതുപോലെ ഓൺ 5th January ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം ദിവസം അതുപോലെ തീയതി ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺ എന്ന് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നമുക്ക് പറയാം കേട്ടോ. എന്നെ യൂസ് ചെയ്യുന്നത് മാസം, വർഷം, അതുപോലെ ഒരു കാലയളവ് ഇതൊക്കെ പറയുന്ന സിറ്റുവേഷനിൽ എന്നെ യൂസ് ചെയ്യാറുണ്ട്. ഇതിപ്പം ഇൻ ജാനുവരി, അതുപോലെ ഇൻ 2025, ഇൻ 2026 ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. മാസം, വർഷം, അതുപോലെ ഒരു കാലയളവ്, ഇൻ ദ ഈവനിങ്, ഇൻ ദ മോർണിംഗ് ഇവിടെയൊക്കെ നമ്മൾ ഇന്ന് യൂസ് ചെയ്താണ് പറയാറ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് സെന്റൻസ് നോക്കാം. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് നമുക്ക് ഇന്ന് യൂസ് ചെയ്ത് കുറച്ച് സെന്റൻസ് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ജൂണിൽ ജനിച്ചു അല്ലെ, ഞാൻ ജൂൺ മാസത്തിൽ ജനിച്ചു. ഇവിടെ നമ്മൾ ജനിച്ച ഒരു മാസമാണ് പറയുന്നത്. അപ്പൊ മാസത്തിന്റെയോ വർഷത്തിന്റെയോ ഒരു കാലഘട്ടത്തിന്റെയോ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്നാണ്. അപ്പോൾ എന്താ പറയേണ്ടത്? ഐ വാസ് ബോൺ ഇൻ ജൂൺ. ഐ വാസ് ബോൺ ഇൻ ജൂൺ. ഞാൻ ജൂൺ മാസം ജനിച്ചു. ഓക്കെ, നെക്സ്റ്റ്, ഞങ്ങൾ ഡിസംബറിൽ യാത്ര പോകും അല്ലെ, ഞങ്ങൾ ഡിസംബറിൽ യാത്ര പോകും. ഇവിടെ നമ്മളൊരു മാസത്തെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. സോ വി വിൽ ട്രാവൽ ഇൻ ഡിസംബർ, വി വിൽ ട്രാവൽ ഇൻ ഡിസംബർ അല്ലെ, ഇൻ ഡിസംബർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി വിൽ ട്രാവൽ ഇൻ ഡിസംബർ, ഞങ്ങൾ ഡിസംബറിൽ യാത്ര പോകും. അവിടെ ഇന്ന് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്, താക്കോൽ ബാഗിനുള്ളിലാണ് അല്ലെ, ബാഗിനകത്താണെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു വസ്തു അകത്താണെന്ന് പറയുമ്പോഴും നമ്മളവിടെ ഇന്ന് യൂസ് ചെയ്യണം. താക്കോൽ ബാഗിനുള്ളിലാണ്. ദ കീസ് ആർ ഇൻ ദ ബാഗ്, ദ കീസ് ആർ ഇൻ ദ ബാഗ്. താക്കോൽ ബാഗിനകത്താണ് അല്ലെങ്കിൽ ബാഗിനുള്ളിലാണ്. ഓക്കെ, അവൻ 2023 കേരളത്തിൽ വന്നു. ഇവിടെ ഒരു വർഷത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ 2023 കേരളത്തിൽ വന്നു. എങ്ങനെ പറയാം? ഹി കെയിം ടു കേരള ഇൻ 2023. He came to Kerala in അല്ലെ, in 2023 എന്നാണ് വന്നിട്ടുള്ളത്. കാരണം വർഷത്തിന്റെ മുന്നിൽ നമ്മൾ ഇന്ന് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഇന്ന് ആഡ് ചെയ്യാനായിട്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സെന്റൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അവസാനം ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ വർക്ക് തരുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇനി നമ്മൾ ഓൺ എവിടെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ദിവസം, തീയതി, അതുപോലെ ഒരു പ്രതലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പരീക്ഷ തിങ്കളാഴ്ചയാണ് അല്ലെ, തിങ്കളാഴ്ച, ആഴ്ച, ദിവസം ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു ദിവസത്തിന്റെ പേരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പരീക്ഷ തിങ്കളാഴ്ചയാണ്. എങ്ങനെ പറയാ? ദ എക്സാം ഈസ് ഓൺ
മൺഡേ. ദ എക്സാം ഈസ് ഓൺ മൺഡേ. മൺഡേ, വെനസ്ഡേ, സൺഡേ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺ മൺഡേ. ഓക്കെ, ദ എക്സാം ഈസ് ഓൺ മൺഡേ. പരീക്ഷ തിങ്കളാഴ്ചയാണ്. നെക്സ്റ്റ്, എന്റെ പിറന്നാൾ ജൂലൈ 10-നാണ്. എന്റെ പിറന്നാൾ ജൂലൈ 10-നാണ്. ഇവിടെ ജൂലൈ എന്നുള്ളൊരു മാസവും ഉണ്ട്, ഒരു ഡേറ്റും ഉണ്ട്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. അപ്പോ എന്റെ പിറന്നാൾ ജൂലൈ 10-നാണെന്ന് പറയുമ്പം ഇവിടെ മാസവും ഒരു തീയതിയും നമ്മൾ മെൻഷൻ ചെയ്തത് കൊണ്ട് തന്നെ ഇവിടെ ഒരിക്കലും ഇന്നല്ല യൂസ് ചെയ്യേണ്ടത്, ഓൺ ആണ്. മൈ ബർത്ത്ഡേ ഈസ് ഓൺ ജൂലൈ 10th. മൈ ബർത്ത്ഡേ ഈസ് ഓൺ ജൂലൈ 10th. അപ്പൊ ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ കൂടുതലായിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞല്ലോ മാസം, വർഷം ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഇവിടെ മാസം വന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഡേറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. സോ മൈ ബർത്ത്ഡേ ഈസ് ഓൺ ജൂലൈ 10th എന്ന് വേണം പറയാനായിട്ട് കേട്ടോ. ഓക്കെ, ഫോൺ മേശക്ക് മുകളിലാണ് അല്ലെങ്കിൽ ഫോൺ മേശക്ക് മുകളിലുണ്ട് നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. ഇവിടെ ഇപ്പം ഒരു ടേബിളിന് മുകളിൽ ഒരു ഫോൺ ഉണ്ട്, അല്ലെങ്കിൽ പാലുണ്ട്, അല്ലെങ്കിൽ ഗ്ലാസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അവിടെ ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ദ ഫോൺ ഈസ് ഓൺ ദ ടേബിൾ. ദ ഫോൺ ഈസ് ഓൺ ദ ടേബിൾ. ഈ സിറ്റുവേഷനിലും ഓൺ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടിയ ഒരു സന്ദേശം പറയാണ്, ഞങ്ങൾ ഞായറാഴ്ച രാവിലെ കണ്ടു. ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഞങ്ങൾ ഞായറാഴ്ച രാവിലെ കണ്ടു. അപ്പം കണ്ടുമുട്ടിയ ആ ഒരു സംഭവമാണ്. വി മെറ്റ് ഓൺ സൺഡേ മോർണിംഗ്. ഇവിടെ ഒരു ദിവസമാണല്ലോ പറഞ്ഞിട്ടുള്ളത്, ഞായറാഴ്ച എന്നുള്ളത്. അപ്പം വി മെറ്റ് ഓൺ സൺഡേ മോർണിംഗ്. ഓക്കെ, നമ്മൾ അറ്റ് യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൃത്യസമയം, കൃത്യ പ്ലേസ് പറയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും. ഒരു കൃത്യസമയമാണ്. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും അല്ലെങ്കിൽ എഴുന്നേൽക്കാറുണ്ട്, ഇങ്ങനെയാണ് പറയുന്നത്. ഞാനാണ് സബ്ജക്റ്റ്. ഐ വേക്ക് അപ്പ് അറ്റ് 6 AM. ഐ വേക്ക് അപ്പ് അറ്റ് 6 AM. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും. ഓക്കെ, അവൻ ഇപ്പോൾ വീട്ടിലാണ്. ഇവിടെ വീട്ടിൽ എന്നുള്ള ഒരു കൃത്യ പ്ലേസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ ഇപ്പോൾ വീട്ടിലാണ്. ഹി ഈസ് അറ്റ് ഹോം നൗ. ഹി ഈസ് അറ്റ് ഹോം നൗ. അല്ലെ, അറ്റ് യൂസ് ചെയ്തല്ലോ, വീട്ടിലാണ്. അപ്പൊ കൃത്യ പ്ലേസ് ഇവിടെയാണ്, വീടാണ്. സോ അറ്റ് ഹോം നൗ. ഹി ഈസ് അറ്റ് ഹോം നൗ. അവൻ ഇപ്പോൾ വീട്ടിലാണ് അല്ലെങ്കിൽ വീട്ടിലുണ്ട്. ഓക്കെ, ഐ സോ ഹിം അറ്റ് ദ ഹോസ്പിറ്റൽ. അല്ലെ, ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കണ്ടു. അപ്പൊ ഹോസ്പിറ്റൽ എന്നുള്ള കൃത്യ പ്ലേസ് അവിടെ പറഞ്ഞത് കൊണ്ട് തന്നെ എന്ത് പറയണം, അറ്റ് ദ ഹോസ്പിറ്റൽ എന്ന് പറയണം, അല്ലെങ്കിൽ ഐ മെറ്റ് ഹിം അറ്റ് ദ ഹോസ്പിറ്റൽ. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു കൃത്യ പ്ലേസ്, ഒരു കൃത്യ ടൈം ഒക്കെ പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, അറ്റ് യൂസ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇനി ഇത് മൂന്നും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു വർക്ക് തരാം, നിങ്ങൾ മസ്റ്റായിട്ടും അത് ചെയ്യണം. ഐ ഗോ ടു വർക്ക്. ഞാൻ വർക്കിന് പോകാറുണ്ട്. ഡേഷ് 9 AM. അല്ലെ, 9 AM. രാവിലെ 9 മണിക്ക് ഒരു കൃത്യസമയമാണ്. അപ്പൊ അവിടെ എന്ത് യൂസ് ചെയ്യണം, ഇന്നാണോ, ഓണാണോ, അറ്റാണോ? നിങ്ങൾ കറക്റ്റ് ചെയ്യാട്ട. ദ ബുക്ക് ഈസ് ഡേഷ് ദ ബാഗ്. ദ ബുക്ക് ഈസ് ഡേഷ് ദ ബാഗ്. ബുക്ക് ബാഗിൽ ഉണ്ട് എന്നാണ്. അപ്പൊ എവിടെ ഇന്നാണോ, ഓണാണോ, അറ്റാണോ എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ചെയ്യാം. ഐ വാസ് ബോൺ ഡേഷ് 2000. ഐ വാസ് ബോൺ ഡേഷ് 2000. അവിടെ ഇന്നാണോ, ഓണാണോ, അറ്റാണോ എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഫസ്റ്റ് തൊട്ടേ കാണുന്നവരാണെങ്കിൽ ഇത് കറക്റ്റ് ചെയ്യാം. ഐ ഹാവ് എ മീറ്റിംഗ് ഡേഷ് മൺഡേ. ഐ ഹാവ് എ മീറ്റിംഗ്. ഒരു മീറ്റിംഗ് ഉണ്ട്. ഡേഷ് മൺഡേ, തിങ്കളാഴ്ച എന്നാണ്. അപ്പം മൺഡേയുടെ തൊട്ട് മുമ്പേ നമ്മൾ ഏത് പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്, ഇന്നാണോ, ഓണാണോ, അറ്റാണോ എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻസും നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്യുക. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ വീഡിയോ ഒന്നും റിപ്പീറ്റ് ചെയ്ത് കാണുക, അതിനുശേഷം ഈ വർക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എസ്പെഷ്യലി നമ്മൾ SSLC കുട്ടികൾക്കൊക്കെ മസ്റ്റ് ആയിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ആയിട്ട് ചോദിക്കാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. പിന്നെ ഇന്നലെ കുറച്ച് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് യൂട്യൂബിന്റെ പ്രശ്നമാണോ എൻ്റെ നെറ്റിന്റെ പ്രശ്നമാണോ അറിയില്ല, വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇന്നാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ ഞാൻ വിട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.